Welcome back to our YouTube channel Knowledge Junction Learn with Sweetie. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അടുത്ത കാലത്ത് മഴ മുന്നറിയിപ്പിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നാണ് കടലിലെ പ്രതിഭാസമായ കള്ളക്കടൽ പ്രതിഭാസം. എന്താണ് കള്ളക്കടൽ പ്രതിഭാസം? എങ്ങനെയാണിത് സംഭവിക്കുന്നത്? ഈ സമയത്ത് ജനങ്ങൾ സ്വീകരിക്കേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ആദ്യമായി തന്നെ എന്താണ് കള്ളക്കടൽ പ്രതിഭാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കള്ളക്കടൽ എന്നത് ഒരു കടൽ പ്രതിഭാസമാണ്. ഇതിൽ വിദൂര സ്ഥലങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ തിരമാലകൾ തീരത്തേക്ക് വൻതോതിൽ ആഞ്ഞടിക്കുന്നു. ഇതിനെ സ്വെൽ സർജ് എന്നും വിളിക്കുന്നു. കാറ്റോ മഴയോ ഇല്ലാതെ തന്നെ ഈ തിരമാലകൾ ഉയർന്നു പൊങ്ങുകയും തീരപ്രദേശങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. സമുദ്രത്തിൽ വിദൂരമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് തീരത്ത് തിരകളുണ്ടാക്കുന്നതാണ് കള്ളക്കടൽ പ്രതിഭാസം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കള്ളക്കടലിലെ തിരമാലകളെ സ്വെൽസ് എന്നാണ് വിളിക്കുന്നത്. ഈ തിരമാലകൾ സമുദ്രത്തിൽ അനേകം കിലോമീറ്ററുകൾക്കപ്പുറം വിദൂരമായി രൂപപ്പെടുന്നു. ആഴ്ചകളും മാസങ്ങളും പിന്നിട്ട് തീരത്തെത്തി ഇത് വൻ തിരകൾ ഉണ്ടാക്കിയെടുക്കുന്നു. തരംഗദൈർഘ്യം വളരെ കൂടുതലായതിനാൽ വളരെ വലിയ തിരമാലകളാണ് ശക്തിയോടെ തീരത്ത് എത്തിച്ചേരുന്നത്. കരയിലേക്ക് മഴയോ കാറ്റോ വരാതെ തന്നെ തിര ഉയർന്നു പൊങ്ങുകയും ചെയ്യുന്നു. എന്താണ് കള്ളക്കടൽ? സമുദ്രത്തിൽ വിദൂരതയിൽ രൂപം കൊള്ളുന്ന വലിയ തിരമാലകളാണ് കള്ളക്കടൽ. ഇവയ്ക്ക് തരംഗദൈർഘ്യം കൂടുതലായിരിക്കും. അതായത് തിരമാലകൾ തമ്മിലുള്ള അകലം കൂടുതലായിരിക്കും. ഈ തിരമാലകൾ കാറ്റോ മഴയോ ഇല്ലാതെ തന്നെ തീരത്തേക്ക് ആഞ്ഞടിക്കുന്നു. എന്തുകൊണ്ടാണ് കള്ളക്കടൽ പ്രതിഭാസം സംഭവിക്കുന്നത്? സമുദ്രത്തിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, കാറ്റിൽ നിന്നുള്ള ഊർജം എന്നിവ ഇതിന് കാരണമാകുന്നു. ചിലപ്പോൾ കൊടുങ്കാറ്റുകൾ മൂലവും ഈ ഒരു പ്രതിഭാസം ഉണ്ടാകാം. സുനാമിയുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ സാധ്യതകൾ? സുനാമിയുടെ സമയത്ത് കടൽ ഉള്ളിലേക്ക് വലിഞ്ഞ ശേഷം തിരമാലകൾ ശക്തമായി തിരിച്ചടിക്കുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിലും സമാനമായ രീതിയിൽ തിരമാലകൾ ആഞ്ഞടിക്കാറുണ്ട്. രണ്ടും തീരദേശങ്ങളിൽ നാശനഷ്ടം വരുത്താൻ കാരണമാകുന്നു. കള്ളക്കടൽ പ്രതിഭാസ സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട ജാഗ്രത എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നാം എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുമ്പോൾ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. അപകട മേഖലകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും വേണം. മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിതമായി കെട്ടിയിടുകയും ബീച്ചുകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുകയും ചെയ്യണം. അപ്രതീക്ഷിതമായി തിരകൾ അടിച്ചുകയറി തീരത്തെ കവർന്നെടുക്കുന്നതിനാലാണ് തീരദേശവാസികൾ ഈ ഒരു പ്രതിഭാസത്തെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ. സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഗുരുത്വാകർഷണ ഫലമായോ ആണ്. അങ്ങനെ അല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ. പ്രത്യേകിച്ച് ലക്ഷണങ്ങളും ഒന്നുമില്ലാതെ തിരമാലകൾ ആഞ്ഞടിക്കുന്നു. അവിചാരിതമായും അസാധാരണവുമായാണ് ഈ സമയത്ത് കടലിൽ തിരമാലകൾ ആഞ്ഞടിക്കുന്നത്.
ഇതാണ് കള്ളക്കടൽ പ്രതിഭാസം. സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നാണ് ശക്തമായ തിരമാലകൾ ഉണ്ടാകുന്നത്. സുനാമിയുമായി സമാനതകളുണ്ട് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്. സുനാമിയുടെ സമയത്ത് തീരം ഉള്ളിലോട്ട് വലിഞ്ഞ ശേഷം തിരമാലകൾ അടിച്ചു കയറുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് കള്ളക്കടൽ സമയത്തും സംഭവിക്കുന്നത്. ഏവർക്കും നമ്മുടെ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.